ഭയം എന്നത് എൻ്റെ അഭിപ്രായത്തിൽ വളരെ നല്ല ഒരു വികാരമാണ്. ഭയം ഉളവാക്കുന്ന ഒരുപാട് ഹൊറർ സ്റ്റോറീസും മൂവീസും ഒക്കെ നമ്മൾ കാണുകയും വായിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് ഹൊറർ സ്റ്റോറീസും ഹൊറർ ഫാക്ട്സും ഒക്കെ ഇഷ്ടപ്പെടുന്ന എൻ്റെ കൂട്ടുകാർക്ക് ഞാനൊരു പുസ്തകം പരിചയപ്പെടുത്താം. ആ പുസ്തകമാണ് 1977 പുറത്തിറങ്ങിയ ദ ഷൈനിങ്. ഇതൊരു നോവലാണ്. ഈ നോവൽ എഴുതിയ പ്രശസ്തനായ എഴുത്തുകാരന്റെ പേരാണ് സ്റ്റീഫൻ കിങ്. അദ്ദേഹം തന്റെ ഭാവനയിൽ വെറുതെ എഴുതിയ ഒരു നോവലല്ല ഇത്. അദ്ദേഹത്തിന് ഉണ്ടായ ഒരു അനുഭവത്തിൽ നിന്ന് പ്രചോദനം നേടി എഴുതിയതാണ് ഈ നോവൽ. 1903 കാലഘട്ടങ്ങളിൽ നീരാവി ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്ന ഒരു കാർ കണ്ടുപിടിച്ച വ്യക്തിയായിരുന്നു ഫ്രീലാൻസ് ഓസ്കാർ സ്റ്റാൻലി. ആ കാലഘട്ടങ്ങളിൽ തന്റെ ജീവന് വരെ ഭീഷണിയായ ഒരു ക്ഷയരോഗം അദ്ദേഹത്തിന് വരികയും അതിൽ നിന്ന് രക്ഷപ്പെടാൻ അനേക മാർഗങ്ങൾ അദ്ദേഹം അന്വേഷിക്കുകയും ചെയ്തു. ഈ രോഗത്തിൽ നിന്ന് മുക്തി നേടുവാൻ അന്നത്തെ കാലത്തെ ഡോക്ടർമാരെല്ലാം ഒരുപോലെ ശുപാർശ ചെയ്ത വസ്തുതകൾ ഇതായിരുന്നു: ധാരാളം സൂര്യപ്രകാശം, ഹൃദ്യമായ ഭക്ഷണം, ശുദ്ധവും വരണ്ടതുമായ വായു. ഇവ ലഭിച്ചാൽ ഈ രോഗത്തിൽ നിന്ന് പൂർണ്ണമായും മുക്തി നേടാമെന്ന് അവർ പറഞ്ഞു. അതിനെ തുടർന്ന് ഈ ചികിത്സാ രീതിക്ക് ഏറ്റവും അനുയോജ്യമായ സ്ഥലം കണ്ടെത്തുവാനുള്ള ശ്രമത്തിനൊടുവിൽ സ്റ്റാലിയും ഭാര്യ ഫ്ലോറയും കൊളറാഡോയിലെ ഡെൻവറിയിൽ എത്തുന്നു. ഇവിടെ താമസം ആരംഭിച്ച് ഏകദേശം 1907 ആയപ്പോഴേക്കും സ്റ്റാലിയുടെ രോഗം പൂർണ്ണമായും മാറുന്നു. തന്റെ രോഗം പൂർണ്ണമായി മാറിയെന്ന് കണ്ട സ്റ്റാൻലി വളരെയധികം സന്തോഷപ്പെടുകയും പിന്നീട് അവിടെ ഏകദേശം 48 മുറികളുള്ള ഒരു ഗ്രാൻഡ് ഹോട്ടൽ നിർമ്മിക്കുവാൻ തീരുമാനിക്കുകയും അതിന് തുടക്കം കുറിക്കുകയും ചെയ്തു. കച്ചേരി ഹാൾ ഉൾപ്പെടെ പ്രധാന ഹോട്ടലിന്റെ പണി 1911 പൂർത്തിയായി. 1911 കാലഘട്ടങ്ങളിൽ പൂർണ്ണമായും വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ചുരുക്കം ചില ഹോട്ടലുകളിൽ ഒന്നായിരുന്നു സ്റ്റാൻലിയുടെ ഗ്രാൻഡ് ഹോട്ടൽ. ലോകത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാർ, ചക്രവർത്തിമാർ, പ്രഭുക്കൾ, അങ്ങനെ ഈ ലോകത്തിൽ അറിയപ്പെടുന്ന സമ്പത്തുള്ള അനേക വ്യക്തികൾ അവിടെ താമസിച്ചിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1974 പ്രശസ്തനായ എഴുത്തുകാരനായ സ്റ്റീഫൻ കിങ് ആ ഹോട്ടലിൽ താമസിക്കുന്നത്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും ഹോട്ടലിലെ 217 നമ്പർ റൂമിൽ താമസം തുടങ്ങി. അദ്ദേഹം അവിടെ താമസിച്ച ആ ആദ്യ രാത്രി തന്നെ വളരെ പേടിപ്പെടുത്തുന്ന ഒരു സ്വപ്നം അദ്ദേഹം കണ്ടു. സ്വപ്നത്തിൽ തന്നെ ഒരു ഫയർ ഹോഴ്സ് പിന്തുടരുന്നതായും വളരെ വലിയൊരു അപകടത്തിലേക്ക് നയിക്കുന്നതായും അദ്ദേഹം കണ്ടു. ഞെട്ടി ഉണർന്ന അദ്ദേഹം പിന്നീട് ആ സംഭവത്തെ അടിസ്ഥാനമാക്കി എഴുതിയതാണ് വായനക്കാരെ എന്നും പേടിപ്പെടുത്തുന്ന നോവലായ ദി ഷൈനിങ്. അമാനുഷികമായ അനേകം പ്രവർത്തനങ്ങൾ ആ ഹോട്ടലിൽ നടക്കുന്നതായി പലരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഹോട്ടൽ നിർമ്മാണം പൂർത്തിയായ സമയത്ത് ഏകദേശം 1911 217 റൂമിൽ ഗ്യാസ് സ്ഫോടനം മൂലമുണ്ടായ തീപിടുത്തത്തിൽ പരിക്കേറ്റ് പിന്നീട് മരിച്ച എലിസബത്ത് വിൽസന്റെ ആത്മാവ് ആ ഹോട്ടലിൽ ഉള്ളതായി പറയപ്പെടുന്നു. രൂപങ്ങളോ മറ്റ് സ്രോതസ്സുകളോ ഒന്നുമില്ലാതെ ചില ശബ്ദങ്ങൾ ആ ഹോട്ടലിൽ കേൾക്കുന്നതായും വസ്തുക്കൾ സ്വയം ചലിക്കുന്നതായും പല അതിഥികളും റിപ്പോർട്ടുകൾ ചെയ്തിട്ടുണ്ട്. കൂടാതെ ആ ഹോട്ടലിനെ ഏറ്റവും ഭയാനകരമാക്കുന്നത് 217 റൂമാണ്. ആ റൂമിൽ താമസിക്കുമ്പോഴോ അതിന് അടുത്തുള്ള റൂമിൽ താമസിക്കുമ്പോഴോ റൂമിനകത്ത് പെട്ടികൾ പാക്ക് ചെയ്യുന്നത് പോലെയും ചുവരുകളിലൂടെ ഒരു ഇരുണ്ട രൂപം നടക്കുന്നത് കണ്ടതായി അവിടെ താമസിച്ചുകൊണ്ടിരുന്ന പല ജീവനക്കാരും റിപ്പോർട്ടുകൾ ചെയ്തിട്ടുണ്ട്. 1911 ആ റൂമിൽ വെച്ച് പരിക്കേറ്റതും മരണപ്പെട്ടതുമായ എലിസബത്ത് വിൽസന്റെ ആത്മാവ് ഇപ്പോഴും അവിടെ ഉണ്ടെന്ന് പറയപ്പെടുന്നു. ഹോട്ടലിലെ അമാനുഷിക പ്രവർത്തനങ്ങൾക്ക് മൂല കാരണമായ എലിസബത്ത് വിൽസന്റെ മരണത്തെക്കുറിച്ച് കൂടുതലായി തെളിവുകളൊന്നും ലഭിക്കുന്നില്ല എങ്കിലും ആ സ്ത്രീയുടെ മരണവും പിന്നീട് ആ ഹോട്ടലിൽ നടന്നിട്ടുള്ള സംഭവങ്ങളും വളരെ ദുരൂഹം ഉളവാക്കുന്നതാണ്.